വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം 4th സെമസ്റ്റർ ഫാർമക്കോളജിയിലെ ആൻറ്റി ആൻസൈറ്റി ഡ്രഗ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻറ്റി ആൻസൈറ്റി ഏജൻറ്റ്സ്, അതിന് തന്നെയാണ് ആൻസിയോലൈറ്റിക്സ് എന്ന് പറയുക. ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമാജിനറി അല്ലെങ്കിൽ പെർസീവ്ഡ് ത്രെട്ട് കാരണം ഉണ്ടാവുന്ന ഫിയർ, പാനിക്, അൺഈസിനെസ്, എക്സൈറ്റ്മെൻറ്റ്, ഫോബിയ, പുവർ ലേണിംഗ്, ഈ ഫീലിങ്സിനെയാണ് ആൻസൈറ്റി എന്ന് പറയുക. ഇത് ഡിഫെൻസീവ് ബിഹേവിയർ, ഓട്ടോണോമിക് റിഫ്ലക്സസ്, അലേർട്ട്നെസ്, ഡിസ്കംഫോർട്ട്, റെസ്റ്റ്ലെസ്നെസ്സിനൊക്കെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ചെറിയ രീതിക്ക് ഇപ്പോൾ സ്ട്രെസ്സോ അല്ലെങ്കിൽ സ്ട്രോങ് ഇമോഷൻസോ ഒക്കെ കാരണം ആൻസൈറ്റി ഉണ്ടാവുന്നത് നോർമലാണ്. പക്ഷേ അത് ഇൻറ്റൻസ്, ഹാംഫുൾ അല്ലെങ്കിൽ ഡെയിലി ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിക്ക് ആകുമ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ആൻസൈറ്റി ഡിസോർഡേഴ്സിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 4 ടൈപ്പാണുള്ളത്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ, ഫോബിയ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ മൈൽഡാണ്, പക്ഷേ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആൻസൈറ്റി ആണ്. അതിന് സ്പെസിഫിക് റീസൺ ഒന്നും ഉണ്ടാവില്ല. പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ സഡൻ ഇൻറ്റൻസ് ഫിയർ അല്ലെങ്കിൽ കൺഫ്യൂഷൻ കാരണം ഉണ്ടാകുന്നതാണ് പാനിക് ഡിസോർഡർ. അത് ഫിസിക്കൽ സിംറ്റംസുമായിട്ട് അസോസിയേറ്റഡ് ആണ്. നല്ലപോലെ വിയർക്കും, ചെസ്റ്റ് പെയിൻ ഉണ്ടാവും, ടാക്കികാർഡിയ, പാൽപിറ്റേഷൻ, ശ്വാസം എടുക്കാൻ പറ്റായ്ക, വെർട്ടിഗോ, ട്രംബ്ലിങ്, അതായത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു വിക്കൽ വരിക, ചോക്കിംഗ് സെൻസേഷൻ, ഇതൊക്കെ ആയിട്ട് അസോസിയേറ്റഡ് ആണ് പാനിക് ഡിസോർഡർ. ഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് സിറ്റുവേഷനോടോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനോടോ ഉള്ള ഒരു ഇൻറ്റൻസ് ഫിയറിനെയാണ് ഫോബിയ എന്ന് പറയാം. എക്സാമ്പിൾ സ്നേക്ക്, വാട്ടർ, പബ്ലിക് പ്ലേസസ്, ഇതിനോടൊക്കെ ചിലർക്കൊരു പേടി ഉണ്ടാവും. അഗോരാഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ പ്ലേസ് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലുള്ളൊരു ഫിയർ ആണ്. അപ്പോൾ അതാണ് ഫോബിയ. അടുത്ത ആൻസൈറ്റി ഡിസോർഡർ ആണ്. അടുത്തത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, PTSD. ട്രിഗേർഡ് ബൈ റീകോളിംഗ് പാസ്റ്റ് പെയിൻഫുൾ ഇവൻറ്റ്സ്. മുമ്പ് എപ്പോഴോ നടന്നിട്ടുള്ള, പാസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും പെയിൻഫുൾ ഇവൻറ്റ്സിനെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഉണ്ടാവുന്ന, ആ ട്രിഗർ ചെയ്യുന്ന കാരണം ഉണ്ടാവുന്ന സ്ട്രെസ് ഡിസോർഡർ ആണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഫാമിലി മെമ്പറിൻ്റെ ആരുടെയെങ്കിലും മരണം, ട്രോമ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ 4 ടൈപ്പ് ആൻസൈറ്റി ഡിസോർഡേഴ്സ് ആണ്. ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ, ഫോബിയ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ആൻസിയോലൈറ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ആൻസിയോലൈറ്റിക്സിനെ 6 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ബെൻസോഡൈസപ്പീൻ. എക്സാമ്പിൾ ഡയസെപ്പാം, ക്ലോർ ഡൈസെപ്പോക്സൈഡ്, ലോറസെപ്പാം, ഓക്സസെപ്പാം, അൽപ്രാസോളം. സെഡേറ്റീവ് ആൻറ്റിഹിസ്റ്റമിൻസ് ഉണ്ട്. ഹൈഡ്രോക്സിസിനാണ് എക്സാമ്പിൾ. ബീറ്റ ബ്ലോക്കേഴ്സ്, എക്സാമ്പിൾ പ്രൊപ്രനലോൾ. അസാപിരോൺസ് അല്ലെങ്കിൽ നോൺ സെഡേറ്റീവ് ആൻസിയോലൈറ്റിക്സ്, ബുസ്പിരോൺ ആണ് എക്സാമ്പിൾ. ബാർബിറ്റുറേറ്റ്സ്, ഫീനോബാർബിറ്റാൾ, പെൻഡോബാർബിറ്റാൾ. ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, വെൻലാഫസിൻ, ലെക്സിൻ. അപ്പോൾ ഇതാണ് ആൻസിയോലൈറ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് വൺ ആണ് ബെൻസോഡൈസപ്പീൻ. ബെൻസോഡൈസപ്പീൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെൻസോഡൈസപ്പീൻ പോയിട്ട് ഗാബ എ റിസപ്റ്ററിലെ സ്പെസിഫിക് സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ആൽഫ സബ് യൂണിറ്റിൻ്റെയും ഗാമ സബ് യൂണിറ്റിൻ്റെയും ഇൻ്റർഫേസിലായിട്ടാണ് ഈ ഗാബ എ റിസപ്റ്ററിൻ്റെ ആ സ്പെസിഫിക് സൈറ്റ്. അവിടെ പോയിട്ട് ബെൻസോഡൈസപ്പീൻ ബൈൻഡ് ചെയ്യും. അങ്ങനെ അത് ഗാബേൻ്റെ ആക്ഷൻ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഗാബ ആക്ടിവേറ്റഡ് ക്ലോറിൻ അയൺ ചാനൽസിൻ്റെ ഓപ്പണിംഗ് ഇൻക്രീസ് ചെയ്യും. Cl- ന്യൂറോണിലോട്ടുള്ള ഇൻഫ്ലക്സിനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ന്യൂറോണൽ മെംബ്രെയിൻ്റെ ഹൈപ്പർ പോളറൈസേഷൻ ഒക്കർ ചെയ്ത് ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ജനറേഷൻ അവിടെ പ്രിവെൻറ്റ് ചെയ്യും. ഇതാണ് ബെൻസോഡൈസപ്പീൻ്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ. അപ്പോൾ ഗാബ എ റിസപ്റ്ററിലെ സ്പെസിഫിക് സൈറ്റിൽ പോയി ബൈൻഡ് ചെയ്ത് ഗാബേൻ്റെ ആക്ഷൻ എൻഹാൻസ് ചെയ്യും. ഗാബ ആക്ടിവേറ്റഡ് Cl- അയോൺ ചാനൽസിൻ്റെ ഓപ്പണിങ്ങിനെ ഇൻക്രീസ് ചെയ്ത് Cl- ഇൻഫ്ലക്സ് ഇൻക്രീസ് ചെയ്യിക്കും. അങ്ങനെ ഹൈപ്പർ പോളറൈസേഷൻ നടന്ന് ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ജനറേഷൻ പ്രിവെൻറ്റ് ചെയ്യും. ഓവറോൾ എഫക്റ്റ് എന്താ വെച്ചാൽ CNS ഡിപ്രഷനാണ്. ആൻസിയോലൈറ്റിക്, സെഡേറ്റീവ്, ആൻറ്റി കൺവൾസൻ, മസിൽ റിലാക്സൻ്റ് ആക്ഷൻസ് ഒക്കെയാണ് ഓവറോൾ എഫക്റ്റ്. അതിൽ ഫസ്റ്റ് ഡ്രഗാണ് ഡയസെപ്പാം. ഡയസെപ്പാം എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോ ടൈപ്പ് ബെൻസോഡൈസപ്പീൻ ആണ്. ഡയസെപ്പാം എന്ന് പറഞ്ഞാൽ ബെൻസോഡൈസപ്പീൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പാണ്. ആൻഡ് അത് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഡ്രഗാണ് ആൻസൈറ്റിക്ക് വേണ്ടിയിട്ട്. അതിന് ഹൈ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ആണ് ഉള്ളത്. അത് വേറെ ബോഡി സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളിലൊന്നും അത് എഫക്റ്റ് ചെയ്യില്ല.
തെറാപ്യൂട്ടിക് ഡോസസിൽ കൊടുക്കുകയാണെങ്കിൽ. ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ഡിസോർഡേഴ്സിൽ യൂസ് ചെയ്യും, മസിൽ സ്പാസം ട്രീറ്റ് ചെയ്യാൻ, ഇൻസോംനിയ, സീഷേഴ്സ്, പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ക്ലോർ ഡൈസെപ്പോക്സൈഡ്. ക്ലോർ ഡൈസെപ്പോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബെൻസോഡൈസപ്പീൻ സിന്തസൈസ്ഡ് ഇൻ 1961. ഇത് സെഡേറ്റീവ് ആണ്, ആൻസിയോലൈറ്റിക് ആണ്, മസിൽ റിലാക്സൻ്റ് ആണ്, അപ്പറ്റൈറ്റ് സ്റ്റിമുലൻ്റ് ആണ്, വീക്ക് അനാൽജസിക് ആക്ഷൻ ആണ് ഇതിനുള്ളത്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയസപ്പാമിനോട് സെയിം തന്നെയാണ്. ബെൻസോഡൈസപ്പീൻ സൈറ്റിൽ പോയിട്ട് ഗാബ എ റിസപ്റ്ററിലെ സ്പെസിഫിക് സൈറ്റ് ആയിട്ടുള്ള ബെൻസോഡൈസപ്പീൻ സൈറ്റിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗാബേൻ്റെ ആക്ഷൻ ഇൻക്രീസ് ചെയ്യും, CL- ചാനലിൻ്റെ ഓപ്പണിംഗ് ഇൻക്രീസ് ചെയ്യും, ഹൈപ്പർ പോളറൈസേഷൻ കോസ് ചെയ്ത് CNS ഇൻഹിബിഷനാണ് അവിടെ നടക്കുന്നത്. ഇതിൻ്റെ pKa 4.6 ആണ്, ഹാഫ് ലൈഫ് 8 to 20 hours ആണ്. ഡയസപ്പാമിനോട് സിമിലർ തന്നെയാണ്. ഓറലി വെൽ അബ്സോർബ്ഡ് ആണ്, ഹെപ്പാറ്റിക് മെറ്റാബോളിസം അണ്ടർഗോ ചെയ്യും. നോർ ഡയസപ്പാം ആണ് അതിൻ്റെ ആക്റ്റീവ് മെറ്റബോളൈറ്റ്. യൂസസ് ക്രോണിക് ആൻസൈറ്റി, അതേപോലെ ആൻസൈറ്റി ടെൻഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അജിറ്റേഷൻ, ഹൈപ്പർ ആക്ടിവിറ്റി, മസിൽ സ്പാസം, ഇൻസോംനിയ, പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ആപ്രഹെൻഷൻ, ഹെഡ് ഏക്ക് വിത്ത് ഇമോഷണൽ കമ്പോണൻറ്റ്, ഓർഗാനിക് ഡിസോർഡേഴ്സ് വിത്ത് ആൻസൈറ്റി. ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിൽ ക്ലോർ ഡൈസെപ്പോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബെൻസോഡൈസപ്പീനിലുള്ള 2 ഡ്രഗ്, ഡയസപ്പാം, ക്ലോർ ഡൈസെപ്പോക്സൈഡ്. അടുത്തത് അൽപ്രാസോളം. അൽപ്രാസോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ആക്ടിങ് ബെൻസോഡൈസപ്പീൻ ആണ്. അതിൻ്റെ മെയിൻ മെക്കാനിസം ഓഫ് ആക്ഷൻ അതൊരു പൊട്ടൻറ്റ് ആൻസിയോലൈറ്റിക് ആണ്. ഗാബ ആക്ഷനെ അത് എൻഹാൻസ് ചെയ്യുന്നുണ്ട് ഗാബ എ റിസെപ്റ്റേഴ്സിലെ. അതാണ് അതിൻ്റെ മെയിൻ മെക്കാനിസം. അതിലെ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ GI ട്രാക്റ്റിൽ നിന്ന് റെഡിലി അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഓറൽ ബയോ അവൈലബിലിറ്റി 80 to 90% ആണ്. 12 to 15 hours ആണ് ഹാഫ് ലൈഫ്. ലിവറിലാണ് മെറ്റാബോളിസം നടക്കുക. അങ്ങനെ ആൽഫ ഹൈഡ്രോക്സി ആൽപ്രസോളം ഫോം ചെയ്യുന്നുണ്ട് മെറ്റബോളൈറ്റ് ആയിട്ട്. യൂറിൻ വഴി ഗ്ലൂക്കറോണൈറ്റ് കോൺജുഗേറ്റ് ആയിട്ടാണ് ഇത് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഷോർട്ട് ടേം റിലീഫ് ഓഫ് ആൻസൈറ്റി ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡിപ്രഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൻസൈറ്റിക്ക് ഒരു അഡ്ജൻ്റായിട്ട് യൂസ് ചെയ്യും. ഷോർട്ട് ടേം ഇൻസോംനിയൻ്റെ ട്രീറ്റ്മെൻറ്റിലും പാനിക് ഡിസോർഡർ വിത്ത് ഓട്ടോണോമിക് സിംറ്റംസ് ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നതാണ് അൽപ്രാസോളം. അടുത്തത് അസാപിരോൺസ്. അസാപിരോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കഡ് സെഡേഷനോ ഹിപ്നോസിസോ യൂഫോറിയക്കോ ഒന്നും കോസ് ചെയ്യുന്നില്ല. മസിൽ റിലാക്സൻ്റ് അല്ല, അല്ലെങ്കിൽ അതിന് ആൻറ്റി കൺവൾസൻ്റ് ആക്ഷൻ ഇല്ല. 5-HT1A റിസെപ്റ്റേഴ്സിലാണ് ആക്ട് ചെയ്യുന്നത്, ഗാബ റിസെപ്റ്റേഴ്സിലല്ല. സെറോട്ടോണിൻ റിസെപ്റ്റേഴ്സിലാണ് ഇതിന് ആക്ട് ചെയ്യുന്നത് അസാപിരോൺസ്. ഇവിടെ വിഡ്രോവൽ സിംറ്റംസോ റീബോണ്ട് ആൻസൈറ്റി ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. മിനിമൽ അബ്യൂസ് പൊട്ടൻഷ്യലാണ്, ടോളറൻസോ ഫിസിക്കൽ ഡിപ്പെൻഡൻസോ പ്രൊഡ്യൂസ് ചെയ്യില്ല. അതാണ് അസാപിരോൺസ്. ഈ അസാപിരോൺസിൻ്റെ പ്രോട്ടോടൈപ്പാണ് ബുസ്പിരോൺ. പ്രോട്ടോടൈപ്പ് അസാപിരോൺ ആണ് എന്ത്? ബുസ്പിരോൺ. മൈൽഡ് ടു മോഡറേറ്റ് ജനറലൈസ്ഡ് ആൻസൈറ്റി, ഫോബിക് ന്യൂറോസിസ് അതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ബുസ്പിരോൺ. അത് OCDക്ക് യൂസ് ചെയ്യുന്നില്ല. മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-HT1A റിസെപ്റ്ററിൽ ബ്രെയിനിൽ പാർഷ്യൽ എഗോണിസ്റ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതിന് വീക്ക് ഡോപ്പമിൻ റിസെപ്റ്റർ ബ്ലോക്കർ ആക്ടിവിറ്റി ആണുള്ളത്. സെറോട്ടോനർജിക് ന്യൂറോൺ ആക്ടിവിറ്റീനെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സ്ട്രാ പിരമിഡൽ സൈഡ് എഫക്ട്സ് ഒന്നും അത് പ്രൊഡ്യൂസ് ചെയ്യില്ല. റാപ്പിഡ് ഓറൽ അബ്സോർപ്ഷൻ ആണുള്ളത്. ഹൈ ഫസ്റ്റ് പാസ് മെറ്റാബോളിസം അണ്ടർഗോ ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് മെറ്റബോളൈറ്റ് ആയിട്ട് 1 പിരമിഡിനൽ പൈപ്പാരസിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 to 4 hours ഹാഫ് ലൈഫാണ്. യൂറിൻ ഫീക്കസ് വഴിയാണ് എക്സ്ക്രീഷൻ നടക്കുക. ഹെഡ് ഏക്ക്, നോസിയ, ഡിസീനസ്, ലൈറ്റ് ഹെഡഡ്നെസ്, നെർവസ്നെസ്, അജിറ്റേഷൻ, കൺഫ്യൂഷൻ, ടാക്കി കാർഡിയൊക്കെയാണ് മെയിനായിട്ട് കോസ് ചെയ്യുന്ന അഡ്വേഴ്സ് എഫക്ട്സ്. MAO ഇൻഹിബിറ്റേഴ്സിൻ്റെ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഹാലോപെരിഡോൾ അതിൻ്റെ ലെവലിനെ ഇൻക്രീസ് ചെയ്തിട്ട് സിവിയർ ഹൈപ്പർ ടെൻഷൻ കോസ് ചെയ്യുന്നുണ്ട്. ഇതിന് സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ ആണ്. അതാണ് മെയിനായിട്ട് ഈ ബുസ്പിരോണിൻ്റെ ലിമിറ്റേഷൻ. അക്യൂട്ട് ആൻസൈറ്റിക്ക് യൂസ് ചെയ്യുന്നില്ല. ആൻസിയോലൈറ്റിക് ആണ്. ഡിപ്രഷൻ വിത്ത് SSRIൻ്റെ കൂടെ ഡിപ്രഷന് ഒരു അഡ്ജൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫോബിക് ന്യൂറോസിസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ OCDൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്നില്ല. ഇതാണ് ബുസ്പിരോണിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രോട്ടോടൈപ്പ് അസാപിരോൺ ആണ്. അടുത്തത് ബീറ്റ ബ്ലോക്കറാണ്. ബീറ്റ ബ്ലോക്കറാണ് എക്സാമ്പിൾ പ്രൊപ്രനലോൾ. ഇതൊരു നോൺ സെലക്റ്റീവ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കറാണ്. പ്രൊപ്രനലോൾ എന്ന് പറയുന്നത് നോൺ സെലക്റ്റീവ് ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കറാണ്. ഇത് എപ്പിനെഫ്രിൻ്റെ എഫക്ട്സിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ അഡ്രിനാലിൻ്റെ എഫക്ട്സ്
ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിന് സ്ട്രോങ് മെംബ്രെയിൻ സ്റ്റെബിലൈസിങ് ആക്ടിവിറ്റി ഉണ്ട്. മെയിൻലി ഫിസിക്കൽ അല്ലെങ്കിൽ ഓട്ടോണോമിക് സിംറ്റംസ് ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ, ട്രെമർ, പാൽപിറ്റേഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബീറ്റ ബ്ലോക്കേഴ്സ് ആയിട്ടുള്ള പ്രൊപ്രനലോൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് സെഡേറ്റീവ് ആൻറ്റിഹിസ്റ്റമിൻ ആണ്. ഹൈഡ്രോക്സിൻ ആണ് എക്സാമ്പിൾ. ഇത് H1 റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. അതിന് CNS ഡിപ്രസൻറ്റ് എഫക്റ്റ് മൈൽഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് കോർട്ടിക്കൽ ബ്രെയിൻ ലെവലിൽ ന്യൂറോണൽ ആക്ടിവിറ്റീനെ സപ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹിസ്റ്റമിൻ, അസിറ്റൽകോളിനൊക്കെ ആയിട്ട് ഇൻ്റർഫിയർ ചെയ്തിട്ട് CNS ഡിപ്രഷൻ കോസ് ചെയ്യും. ഇതാണ് സെഡേറ്റീവ് ആൻറ്റി ഹിസ്റ്റമിൻ ആയിട്ടുള്ള ഹൈഡ്രോക്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഡ്രൗസീനസ്, ഡ്രൈ മൗത്ത്, ഒക്കേഷണലായിട്ട് ഡിസീനസ്, അറ്റാക്സിയ, അജിറ്റേഷൻ ആണ് ഇതിനുണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്ട്സ്. ആൽക്കഹോളായിട്ടോ അത് CNS ഡിപ്രസൻസ് ആയിട്ടോ കൗമാരിൻ ആൻറ്റി കൊയാഗുലൻസ് ആയിട്ടൊന്നും ഇതിനെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പാടില്ല. ഡ്രഗ് ഇൻട്രാക്ഷൻ കോസ് ചെയ്യും. ഹൈഡ്രോക്സിന് ആൻസൈറ്റി, സൈക്കോ ന്യൂറോസിൻ്റെ ഒക്കെ സിംറ്റംസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ലിങ്ക്ഡ് ടു ആൻസൈറ്റി, അലർജി കണ്ടീഷൻസ്, ബിഹേവിയറൽ പ്രോബ്ലം, പിന്നെ ആൽക്കഹോൾ വിഡ്രോവലിലൊരു അഡ്ജൻ്റായിട്ടും പ്രീ ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ് സെഡേഷനിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് സെഡേറ്റീവ് ആൻറ്റി ഹിസ്റ്റമിൻസ്. ഇവിടെ ഒരു ഓവറോൾ ആയിട്ടുള്ള സമ്മറി കൊടുത്തിട്ടുണ്ട്. ബെൻസോഡൈസപ്പിൻ, അസാപിരോൺസ്, ബീറ്റ ബ്ലോക്കേഴ്സ്, സെഡേറ്റീവ് ആൻറ്റി ഹിസ്റ്റമിനിക് ഡ്രഗ്സും അതിൻ്റെയൊക്കെ മെക്കാനിസം ഓഫ് ആക്ഷനും അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ്, യൂസസ്, ഡോസേജും റൂട്ട്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആൻറ്റി ആൻസൈറ്റി ഡ്രഗ്സിൽ പഠിക്കാനുള്ളത്. ആൻറ്റി ആൻസൈറ്റി ഏജൻസിനെ ആൻസിയോലൈറ്റിക്സ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ആൻസൈറ്റി, ആൻസൈറ്റി ഡിസോർഡേഴ്സിൻ്റെ ടൈപ്പും ആൻസിയോലൈറ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൽ തന്നെ ബെൻസോഡൈസപ്പീൻ, അതിൽ ഡൈസപ്പാം, ക്ലോർ ഡൈസപ്പോക്സൈഡ്, അൽപ്രസോളം, അസാപിരോൺസ്, ബുസ്പിരോൺ, ബീറ്റ ബ്ലോക്കറായിട്ട് പ്രൊപ്രനലോൾ, സെഡേറ്റീവ് ആൻറ്റി ഹിസ്റ്റമിനായിട്ട് ഹൈഡ്രോക്സിൻ, ഇത്രയും ഡ്രഗ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഓവറോൾ സമ്മറി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നോട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. വേണ്ടവർ ജസ്റ്റ് കയറി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്ക്. അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.